നമസ്കാരം സാക്ഷിയുടെ പ്രേക്ഷകരെ, നമ്മളിന്ന് നിൽക്കുന്നത് ഒരു ദേശത്തിന്റെ തന്നെ തലതൊട്ടപ്പനും സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനുമായ തിരുവയ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടുത്തെ തിരുവോണം തിരുനാൾ മഹോത്സവം മാർച്ച് 14-ന് കൊടിയേറാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ക്ഷേത്രത്തിലെ പ്രധാന ഭാരവാഹി കൂടിയായ നമ്മുടെ ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. തിരുവയ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നിലവിലെ ക്ഷേത്രം പ്രസിഡന്റായ ശ്രീ ഗോപാലകൃഷ്ണൻ ഈ ക്ഷേത്രത്തിലെ ഇപ്പോൾ ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും സാക്ഷിയുടെ പ്രേക്ഷകരുമായി ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? നമസ്കാരം. നമ്മളെ മാർച്ച് 14-ാം തീയതി ആണ് നമ്മൾ സമൂഹ സത്യയോടുകൂടി ആരംഭിക്കുകയാണ്. സാംസ്കാരിക സമ്മേളനം ഉണ്ട്. ആ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ തന്ത്രി അദ്ദേഹം ഭദ്രദീപം കൊളുത്തുകയും അതോടനുബന്ധിച്ച് നമ്മുടെ ഉത്സവ കമ്മിറ്റി ചെയർമാൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിവിധ തലത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രവർത്തകർ എല്ലാവരും പങ്കെടുത്ത് ഈ നാട്ടിന്റെ ഉത്സവം വളരെ ഗംഭീരമായി എടുക്കുകയും ആഘോഷിക്കുകയും അത് നമ്മുടെ ഈ കിഴക്കൻ നമ്മുടെ ഉൾപ്രദേശത്താണ് തിരുവയ്ക്കോട് മഹാവിഷ്ണു സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഇവിടെ വളരെ ബ്രാഹ്മണർ താമസിച്ച് ഉള്ള വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമുക്ക് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷേത്രമാണ്. അത് പല ഘട്ടങ്ങളിലായിട്ട് പല കമ്മിറ്റികൾ വന്ന് വികസന പ്രവർത്തനം നടത്തി ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഈ ക്ഷേത്രം വലിയ ഉയർച്ചയിലേക്ക് നിൽക്കുകയാണ്. ഇനിയും നമുക്ക് വളരെ നല്ലതുപോലുള്ള ഉയർച്ച വരികയും ഇവിടെ നമുക്കൊരു ഓഡിറ്റോറിയം, അതുപോലെ നമ്മളെ ക്ഷേത്രക്കുളം വൃത്തിയാക്കുന്നതിന്, ക്ഷേത്രക്കുളം നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അവർ അത് നടത്തിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തിരുവയ്ക്കോട് റോഡ്, അതുപോലെ മറ്റ് മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നമ്മളെ സാമൂഹികപരമായിട്ടും അതുപോലെ നമുക്ക് വിഭാഗങ്ങൾ ഇവിടെ നടത്തുന്നതിന് ഓഡിറ്റോറിയം, എല്ലാ രീതിയിലുള്ള സംഗതികൾ ഉയർന്നു വരേണ്ടതുണ്ട്. അത് കൃത്യമായും നമ്മൾ മുൻകൂട്ടി തന്നെ ഘട്ടം ഘട്ടമായി നമ്മളത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴുള്ളതും മുൻ കമ്മിറ്റികളും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അവലംബിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഉത്സവം വളരെ ഭംഗിയായി കിട്ടുവാൻ എല്ലാവിധ നാട്ടുകാരുടെ അകമഴിഞ്ഞ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൃത്യമായി തിരുവയ്ക്കോട് മഹാക്ഷേത്രത്തിൽ ഉണ്ട്. അത് നമ്മൾ ഇവിടെ മാത്രമല്ല, ഈ പ്രദേശത്തു നിന്നും വ്യത്യസ്തമായി നമ്മൾ ചടയമംഗലം, അത് കഴിഞ്ഞ് അതിനപ്പുറവുമുള്ള ഭക്തർ ഈ ക്ഷേത്രത്തിൽ വരികയും വളരെ ഗംഭീരപരമായ രീതിയിൽ ക്ഷേത്രത്തിന്റെ ഉയർച്ച വളരെ വളരെ ഉച്ചത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിച്ച് നമ്മുടെ ഉത്സവം വൻപിച്ച ഉയർച്ചയിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ആണ് അപേക്ഷിക്കാനുള്ളത്. അടുത്തത് നമ്മുടെ ഉത്സവ കമ്മിറ്റി ചെയർമാനും ഇവിടെ ഒരു പഴയകാല ഇവിടുത്തെ ഒരു ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ അന്തേവാസിയും അതേപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന ഒരാളായ കെട്ടിടത്തിൽ ശ്രീകുമാർ സാറിനോട് നമുക്ക് ഇവിടുത്തെ സമൂഹ സദ്യയെക്കുറിച്ച്, സാറേ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ സമൂഹ സദ്യ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് ഏകദേശം പള്ളിമുക്ക് വരെ അതിന്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കണം? ബഹുമാന്യരെ നമസ്കാരം. സമൂഹ സദ്യ എന്ന് പറയുമ്പോൾ തിരുവായ്ക്കോട് ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ശ്രേയസ് ഇവിടം മാത്രമല്ല, നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തി ഭഗവാന്റെ ആ ഇഷ്ടഭോജ്യമായ ഇവിടുത്തെ നിവേദ്യം പോലെയാണത്. ആ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി എത്തുന്ന അത്ര പുണ്യത്തോടു കൂടിയാണ് അതിനെ എല്ലാവരും കാണുന്നത്. നാനാദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഇതിൽ പങ്കാളിയാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിഭവങ്ങളായാലും സാമ്പത്തികമായാലും മറ്റു രീതിയിലും സഹായ സഹകരണങ്ങൾ നൽകി ഇതിനെ ഒരു വലിയ ചടങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. എന്റെ അറിവിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും വിപുലമായി സമൂഹ സദ്യ കൊടുക്കുന്ന ഒരു അമ്പലമാണ് തിരുവായ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. അത് ഏറെ പ്രസിദ്ധവുമാണ്. അതുപോലെ സാറേ ഒരു കാര്യം കൂടെ ചോദിച്ചറിയാനുണ്ട്. ഇവിടെ ഈ ഇപ്പം പ്രശസ്തമായി നിൽക്കുന്ന ഒരു പാൽപ്പൊങ്കാല എന്ന് പറയുന്നത് നമുക്കുള്ള പ്രേക്ഷകർക്ക് വളരെ ആൾക്കാർക്ക് അത് അറിയാൻ താല്പര്യമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് തോന്നുന്നു 1000-ൽ പരം
അല്ലെ? ഒരു 1000-ൽ പരം ആൾക്കാർ ഇവിടെ പാൽപ്പൊങ്കാല നടത്തി. ഇപ്രാവശ്യത്തിന്റെ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 900 പേര് വരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 1100-ലധികം പാൽപ്പൊങ്കാല കഴിഞ്ഞ വർഷം ഇടാൻ സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ അത് 1500 കടന്നു പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് പാൽപ്പൊങ്കാലയ്ക്കൊരു സ്പെഷ്യൽ കമ്മിറ്റി കൂടി ചുമതലപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ക്ഷേത്ര ഉത്സവ കമ്മിറ്റികളുടെ സംയുക്ത സഹകരണത്തോടുകൂടി വളരെ കൃത്യതയോടുകൂടി ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പൊങ്കാല ഇടുന്നതിനുള്ള എല്ലാവിധ സൌകര്യങ്ങളും ചെയ്തു കൊടുത്ത് അതിനൊരു വലിയ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ശ്രേഷ്ഠമായ അവതാരങ്ങളിലൊന്നായ ശ്രീ കൃഷ്ണ പെരുമാളിന്റെ സായുജ്യത്തിനു വേണ്ടി നടത്തുന്ന ഒരു കർമ്മമാണ് പാൽപ്പൊങ്കാല. അത് അതിവിശിഷ്ടമാക്കാനാണ് കമ്മിറ്റികൾ ശ്രദ്ധിക്കുന്നത്. തിരുവയ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നിലവിലെ ക്ഷേത്രം സെക്രട്ടറി ശ്രീ സജീവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ഈ 14-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണല്ലോ ഇവിടുത്തെ ഈ ഉത്സവം ഗംഭീരമായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ക്ഷേത്ര ക്രമീകരണങ്ങൾക്കൊപ്പം നമുക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ, അതായത് യഥേഷ്ടം എല്ലാവർക്കും വന്ന് ഇവിടെ ഉത്സവം കാണുന്നതിനും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് താങ്കൾ ഇവിടെ ചെയ്തേക്കുന്നത്? നമ്മള് നിയമപാലകരെ ഇത് അറിയിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പോരാതെ തന്നെ നമ്മൾ ക്ലോസ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ. പ്രത്യേകിച്ച് വോളണ്ടിയർമാർ, നമ്മളെ കമ്മിറ്റി മെമ്പർമാർ തന്നെ അതിനായിട്ട് ഉണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ശ്രീ ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം ചോദിക്കാം. ഞങ്ങൾ ഈ സാക്ഷിയുടെ ഞങ്ങളൊരു വീഡിയോ, ഇവിടുത്തെ ഒരു പഴയകാല ചരിത്രത്തിനെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ജനശ്രദ്ധ നേടുകയും വളരെ ആൾക്കാരൊക്കെ അത് ഇഷ്ടപ്പെടുകയും പുതിയ തലമുറ ഈ ക്ഷേത്രത്തിന്റെ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്തൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ പാട്ടത്തെ ആ ചെമ്പകത്തിന്റെ മൂടെന്ന് പറയുന്ന അന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഭയങ്കര ഉത്സാഹമായിട്ട് നിൽക്കട്ടെ, പാട്ടം നിവാസികൾക്ക്. അപ്പൊ അവര് ഇന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ക്ഷേത്രം കമ്മിറ്റിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ക്ഷേത്രം കമ്മിറ്റി അതിനോട് താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് പാട്ടം നിവാസികൾ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും പറയാൻ പറ്റും? നമ്മള് പഴയ കാലത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ മഹാവിഷ്ണുവിനെ അവിടെയാണ് കൊണ്ടുവച്ചിരുന്നതെന്നും പാട്ടത്ത് ഒരു ചെമ്പകത്തിന്റെ മൂട്ടിലാണ് കൊണ്ടുവച്ചിരുന്നതും അവിടെ നിന്നാണ് നമ്മളിവിടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അത് അവിടെ കാലങ്ങളായിട്ട് അവിടെ അന്ന് തൊട്ട് നമ്മൾ അവിടെ ഒരു കെട്ടുകാഴ്ച കമ്മിറ്റി രൂപീകരിക്കുകയും അത് കൃത്യമായി ഇവിടെ വന്ന് പോവുകയും ചെയ്യുന്ന വളരെ ഭക്തിനിർഭരമായ രീതി നടന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് അവിടെ ആ ചെമ്പകത്തെ മൂട്ടിന്റെ വസ്തു നമുക്ക് അത് നമ്മുടെ ആൾക്കാരുടെ കൈകളിലായിരുന്നു. അത് വേറെ പിന്നെ കൊടുത്തു. അത് നമ്മളത് വാങ്ങിക്കണമെന്നുള്ള ഒരു അവിടുത്തെ പേട്ട കമ്മിറ്റി, പേട്ട കമ്മിറ്റിയിൽ അവിടുത്തെ ഈ ആഘോഷ കമ്മിറ്റി തന്നെ അത് വാങ്ങിക്കണം എന്നുള്ള നിർബന്ധപൂർവ്വമുള്ള പ്രവർത്തനം നടത്തി. പക്ഷേ അത് സാധിക്കാൻ പറ്റിയില്ല. തുടർന്നു നമുക്ക് അവിടെ അത് ക്ഷേത്ര കമ്മിറ്റിയുടെയും അവിടുത്തെ ആഘോഷ കമ്മിറ്റിയുടെയും മുൻകൈ എടുത്തുകൊണ്ട് കൃത്യമായി നമ്മൾ അവരുടെ ആ വസ്തു ഇരിക്കുന്ന ആളിൽ നിന്നും നമുക്കൊരു 5 സെന്റെങ്കിലും വാങ്ങിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ശ്രമം ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റുള്ള നിലയിൽ ക്ഷേത്ര കമ്മിറ്റിയോട്ടും ആലോചിച്ചും അവിടുത്തെ ആഘോഷ കമ്മിറ്റിയോട്ടും ആലോചിച്ചും കൃത്യമായി അടുത്ത ഉത്സവത്തിന് മുമ്പെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പ്രസിഡന്റ്, മറ്റൊരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. നമുക്ക് ഈ പള്ളിവേട്ടയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാനുള്ളത്. പ്രശ്നവിധി പ്രകാരമാണല്ലോ നമ്മൾ ഇവിടെ നമ്മുടെ കലയത്തോട്ട് ഒരു പള്ളിവേട്ട ആദ്യമായിട്ടുള്ള, അവിടെ ഭയങ്കരമായ ഒരു വികസനവും മറ്റു കാര്യങ്ങളും, അവിടെ ഒരു ഉത്സവ പ്രതീതിയാണ് ഈ പള്ളിവേട്ട. അതിനെക്കുറിച്ച് എന്താ താങ്കൾക്കൊന്ന് പറയാനുള്ളത്? നമ്മൾ ഇവിടെ ഈ കൊടിയേറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പറക്കെഴുന്നേൽത്ത് നിർത്തിയതിന് ശേഷമാണ് പറക്കെഴുന്നേൽത്ത് നിർത്തി എന്ന് വെച്ചാൽ ആനയുടെ ചില നിബന്ധനകൾക്ക് ശേഷം പറക്കെഴുന്നേൽത്ത് നിർത്തിയതിനു ശേഷം കൊടിയേറ്റ് തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഈ പള്ളിവേട്ട അവിടെ തീരുമാനിച്ചത്. പള്ളിവേട്ട തീരുമാനിക്കുമ്പോൾ നമ്മൾ പലയിടത്തു നിന്നും പള്ളിവേട്ടയിലേക്ക് പലരും പ്രപ്പോസലുമായിട്ട് വന്നു. ഇന്ന സ്ഥലത്ത് നടത്തണം, ചെമ്പകത്തിന്റെ മുട്ടിൽ നടത്തണം, ഒരു വിഭാഗം നമ്മളെ ക്ഷേത്രത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ അവിടെ നമ്മളെ ഈ റോഡിൽ തന്നെ തിരുവയ്ക്കോട് റോഡിൽ തന്നെ ആ വഞ്ചിയിലൂടെ നടത്തണം, വെട്ടുവഴി രാലിന്റെ മുട്ടിൽ നടത്തണം. ഇങ്ങനെയൊക്കെ പലരും പല അഭിപ്രായങ്ങളുമായിട്ട് വന്നു. പക്ഷേ നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചപ്പോൾ അത് നമ്മളെ കലയം ടൗൺ ജംഗ്ഷനിൽ നിന്നും ഇത് ആവശ്യപ്പെട്ടു വന്നു. അപ്പോൾ നമ്മളിത് പ്രശ്നം നമ്മളെ ഉദയകുമാർ, ഉദയകുമാറിന്, അതായത് നമ്മളെ പ്രശ്നാരി ഉദയകുമാറിനെ കണ്ട് നമ്മൾ ഇവിടുത്തെ ഈ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ പ്രശ്നം വെച്ചപ്പോൾ അത് ആ പ്രശ്നത്തിൽ വിധിപ്രകാരം കലയമാണ് ഇത് ഉത്തമമെന്ന് അത് തെളിയുകയും ആ പള്ളിവേട്ട അവിടെ നടത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ആ പ്രദേശം വളരെ വികസനത്തിലും ആ നാട് നല്ല രീതിയിലുള്ള പുരോഗതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അത് നമുക്കും അവരത് കൃത്യമായി ഏറ്റെടുക്കുകയും ആ പള്ളിവേട്ട ഏറ്റെടുക്കുകയും അവിടെ അതിന്റെ വിശാലമായ അതിന്റെ ആൽത്തറയും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും വിശാലമായിട്ടുള്ള പരിപാടിയും ആഘോഷവും പിന്നെ അവിടെ നമുക്കിപ്പോൾ ബഞ്ച് സ്ഥാപിക്കുകയും ആ കമ്മിറ്റി തന്നെ ബഞ്ച് സ്ഥാപിക്കുകയും അതുപോലെ വികസന പ്രവർത്തനങ്ങൾ വളരെ വികസനം അവിടെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ശ്രീ സന്തോഷ് തിരുമേനി സാക്ഷിക്കൊപ്പം ചേരുന്നു. തിരുമേനി, ഇവിടുത്തെ ഈ ദശാവതാര ചാർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ ഫേമസ് ആയ ഒരു ഇതാണ്. അപ്പൊ അങ്ങ് ഇവിടെ എത്ര വർഷം കൊണ്ട് ഈ ഒരു ദശാവതാര ചാർത്ത് ചാർത്തുന്നു? അത് ദേശങ്ങളിലേക്ക് ഒരുപാട് ഇത്ര അവതാര ചാർത്ത് നടത്തുന്ന മറ്റൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. നമസ്കാരം. ഇവിടെ ദശാവതാര ചാർത്ത് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളം ആകുന്നു. അതിന്റെയും കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ദശാവതാര ചാർത്തോടെ തുടങ്ങി വെച്ചതും ഞാൻ തന്നെയാണ്. മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇതിനെ തുടക്കം കുറിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഈശ്വരന്റെ കൃപയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ദശാവതാര ചാർത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങുമില്ലാത്ത അധികം തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാ മുൻ വർഷങ്ങളിലെക്കാട്ടും അപൂർവമായിട്ടുള്ള തിരക്കാണ് ഈ ദശാവതാര ചാർത്ത് കാണാൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് നേരെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ ചാർത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കണ്ടു വണങ്ങുന്ന ഭക്തജനങ്ങൾക്ക് സർവ്വ അഭിഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ശ്രീ മഹാവിഷ്ണു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. സാക്ഷിയോടൊപ്പം ചേർന്ന് ഈ ക്ഷേത്രപൂജകളും മുന്നൊരുക്കങ്ങളും ഒന്ന് വിശദീകരിക്കാം. ക്ഷേത്രപൂജകളും മുന്നൊരുക്കങ്ങളും 14-ാം തീയതി കൊടിയേറി കഴിഞ്ഞാൽ മാർച്ച് 25 ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഗംഭീര ഉത്സവമാണ്. 12 ദിവസങ്ങൾ ആഘോഷമായിട്ട് തന്നെ നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ വേണ്ടിയണ്ട ഗംഭീരം. സാക്ഷാത് വൈകുണ്ഠനാഥൻ തന്നെ ഇവിടെ അങ്ങ് അവതരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ദിവസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നന്ദി. സാക്ഷിയോട് പ്രതികരിച്ചതിന് വളരെ നല്ല രീതിയിൽ പൂജകളും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും സാക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം സാക്ഷി ടിവിക്ക് വേണ്ടി വിജയൻപിള്ള കുരിയോട്.